ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മാത്സ് ഫൈഡ്. 8ാം ക്ലാസ് മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമവാക്യ പരിഹാരം എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെയുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും ആയേനെ. രാജൻ്റെ സങ്കടം. എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? 6 മാർക്കും കൂടെ കിട്ടിയാൽ 100-ൽ 100 മാർക്ക് കിട്ടും. അതായത് ഏതൊരിപ്പുള്ള മാർക്കിനോട് 6 മാർക്കും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് 100 മാർക്ക് കിട്ടുക. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? അതായത് ഇപ്പോഴുള്ള മാർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100-ന്ന് 6 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോഴുള്ള മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ അത്. അപ്പോൾ ഇതാ 100 - 6 = 94. അപ്പോൾ 94 മാർക്കാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്നാൽ. അടുത്ത ചോദ്യം, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴെത്ര വയസ്സായി? അതായത് 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. ഇപ്പോഴുള്ള വയസ്സിനോട് 5 കൂടി കഴിഞ്ഞാൽ 18 കിട്ടും. അപ്പോൾ ഇപ്പോഴുള്ള വയസ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 18-ന്ന് 5 കുറച്ചാൽ മതി. സിമ്പിളല്ലേ? എന്നാ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 18 - 5 വരുമ്പോൾ എത്ര വരും? 13 ആയിരിക്കും ആൻസർ വരിക. അപ്പം നോക്കല്ലേ. അപ്പം 18 - 5 = 13. അതായത് ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് 13. 5 വർഷം കഴിയുമ്പം 5 വയസ്സ് കൂടി 18 വയസ്സാവും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ എന്നാൽ. അടുത്ത 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് നോക്കാം. 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം എന്നുള്ളതാണ് ചോദ്യം. അതായത് 123-നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 321 കിട്ടുക എന്നാണ് അറിയേണ്ടത്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 321 കുറയ്ക്കണം 123. ക്ലിയർ അല്ലേ? അടുത്തതോ, 432-നെ 234 കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ എത്ര കുറച്ചാലാണ് 234 കിട്ടുക എന്നാണ്. 432-നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 432-നെ 234-നോട് കുറച്ച് നോക്കുക. ക്ലിയർ ആണോ? അപ്പം ആൻസറുകൾ 321-നെ 123-നോട് കുറച്ചാൽ 198 ആൻസർ കിട്ടും. അതുപോലെ 432-നെ 234-നോട് കുറച്ച് കഴിഞ്ഞാൽ 198 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. നോക്കിക്കേ, ഗോപാലൻ കടയിലേക്ക് 1 കുല പഴം വാങ്ങി. അല്പം കേടുവന്ന 7 എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം കേടായ പഴവും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? കുലയിൽ ആകെ എത്ര പഴം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇപ്പം 46 എണ്ണം ഉണ്ട്. കേടുവന്ന 7 എണ്ണം കൂടെ കൂട്ടുമ്പോഴാണ് മൊത്തം കുലയിലത്തെ പഴം കിട്ടുക. അപ്പം 46 കൂട്ടണം 7 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അതായിരിക്കും ആൻസർ. 46 കൂട്ടണം 7 = 53. അപ്പോൾ 53 പഴങ്ങളാണ് കുലയിലുണ്ടായിരുന്നത്. വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 337 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? അപ്പോൾ 163 രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത്. ബാക്കി കയ്യിൽ 337 രൂപയുണ്ട്. അപ്പോൾ ആകെ തുക കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 337 മിച്ചമുള്ള പൈസേനോട് ചിലവായ പൈസയും കൂടെ കൂട്ടിയാൽ മതി. അപ്പം 337 കൂട്ടണം 163 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആകെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് കിട്ടും. 163 കൂട്ടണം 337 = 500. 500 രൂപയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് 123 കുറച്ച് കഴിഞ്ഞാൽ 321 കിട്ടും. അപ്പോൾ ആ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 321-നോട് 123 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 321 കൂട്ടണം 123 = 444 ആൻസർ കിട്ടും. ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് മാസം 75,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ കൂട്ടൽ കുറയ്ക്കൽ ഒക്കെയാണ് ചെയ്തത്. ഇനി ഗുണനവും ഹരണവും ഒക്കെയാണ് വരുന്നത്. പേടിക്കാനൊന്നുമില്ല. അപ്പോൾ സ്ഥാപനത്തിലെ മാനേജർക്ക് പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളം എത്ര ഇരിക്കും? അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്യൂണിൻ്റെ ശമ്പളം മാനേജറുടെ ശമ്പളത്തിൻ്റെ 1/5 ഭാഗമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോയാലോ. നോക്കിക്കേ, പ്യൂണിൻ്റെ ശമ്പളം മാനേജറുടെ ശമ്പളത്തിൻ്റെ 1/5 ഭാഗം. അപ്പോൾ മാനേജറുടെ ശമ്പളം നമുക്ക് തന്നിട്ടുണ്ട് 75,000 × 1/5. 75,000-നെ 5 കൊണ്ട് കട്ട് ചെയ്ത് പോവുക അല്ലെങ്കിൽ ഹരിക്കുക. 75,000-നെ 5 കൊണ്ട് ഹരിച്ചാൽ 15,000. അപ്പോൾ 15,000 ആയിരിക്കും പ്യൂണിൻ്റെ ശമ്പളം. ക്ലിയർ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചെലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വിനോദയാത്രയ്ക്ക് പോയി ആകെ ചെലവ് 12,500 രൂപയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും തുല്യമായി ഡിവൈഡ് നോക്കിയപ്പം ഒരാൾ 2,500 രൂപ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എത്ര പേര് ചേർന്നാലാണ് ഈ 2,500 12,500 രൂപയാവുക നോക്കിയാൽ മതി. അതായത് ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ 12,500 രൂപ 2,500നോട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കുക. അതായിരിക്കും ആളുകളുടെ എണ്ണം. നോക്കിക്കേ, ആകെ ചെലവ് 12,500, ഒരാൾ എടുക്കേണ്ട തുക 2,500 ആണ്. അപ്പോൾ ആകെ ആളുകളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 12,500നെ 2,500നോട് ഹരിക്കാം. ഇപ്പം 0 0 ഒക്കെ ക്യാൻസലായി പോവും. പിന്നെ 125 ഹരിക്കണം 25, 5. ആകെ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏതു സംഖ്യയാണ് ഗുണിച്ചത്? ഓക്കെ, ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഒരു സംഖ്യേനെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 756 കിട്ടണം. ഏതാണ് ആ സംഖ്യ? 756നെ 12 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി ഉത്തരം കിട്ടാൻ. നോക്കിക്കേ, സംഖ്യ ഇൻറ്റു 12 ചെയ്യുമ്പം 756 കിട്ടണം. അപ്പോൾ സംഖ്യ കിട്ടാൻ 756നെ 12 കൊണ്ട് ഹരിച്ചു കൊടുക്കുക. 63 ആയിരിക്കും ആൻസർ. അതായത് 63 ആ സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. സംഖ്യ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ ചെയ്യുക? 756നെ 21 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. നോക്കിക്കേ, സംഖ്യ ഹരിക്കണം 21 സമം 756. അപ്പോൾ സംഖ്യ ഈക്വൽ ടു 756 ഇൻറ്റു ഗുണിക്കണം 21 15,876. അപ്പോൾ അതായത് 15,876 എന്നുള്ള സംഖ്യേനെ 21 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 756 ആൻസറായിട്ട് വരിക. ക്ലിയർ ആണോ? അപ്പം ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമ്മളെന്ത് ചെയ്യും? ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.